അമേരിക്കയുടെ MQ-9 റീപ്പർ എന്നറിയപ്പെടുന്ന ഡ്രോൺ, ഈ ഡ്രോണുകളുടെ ഒരു കൂട്ടത്തിന് നേരെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ജോർദാനിലെ അമീർ മലിക് ഫൈസൽ എന്നറിയപ്പെടുന്ന ജോർദാനിലെ അമേരിക്കൻ സൈനികർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എയർപോർട്ടിലാണ് ഇങ്ങനൊരു ആക്രമണം നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏകദേശം 30 മില്യണോളം ഡോളറാണ് ഒരു ഡ്രോണിന് ചെലവ് വരുന്നത്. ഇത് ആക്രമിക്കാനും നിരീക്ഷിക്കാനും ഒരുപോലെ സാധിക്കുന്ന സംവിധാനങ്ങളുള്ള പുതിയ തരം ഡ്രോണാണ്. ഈ ഡ്രോൺ ഒരു യുദ്ധവിമാനത്തെ പോലെ നിരീക്ഷിക്കുവാനും ശത്രുവിന്റെ കേന്ദ്രങ്ങളെ ആക്രമിച്ച് തിരിച്ചു വരാനും കഴിയുന്ന ഒരു വളരെ വിലമതിക്കുന്ന ഒരു ഡ്രോണാണ്. ഇങ്ങനെയുള്ള ഡ്രോണുകൾ കൂട്ടി നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ 8 new US MQ-9 Reaper drones destroyed in Iranian strike on Jordan base. ജോർദാനിലെ അൽ അമീർ മലിക് ഫൈസൽ ബേസിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 8 ഡ്രോണുകളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം 40-ലധികം ഡ്രോണുകളെങ്കിലും ഈ ഇനത്തിൽ നിന്ന് മാത്രം ഇറാൻ തകർത്തിട്ടുണ്ടാകും. ഇതിലൂടെ തന്നെ അമേരിക്കക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ട്. മാത്രമല്ല, ഈ ഡ്രോണുകളുടെ വലിയൊരു സ്റ്റോറേജും അമേരിക്കക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇതിനെ പ്രവർത്തനങ്ങളിൽ നിന്ന് പോലും പിൻവലിക്കേണ്ട സാഹചര്യം പല ഘട്ടങ്ങളിലും അമേരിക്കക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇറാന്റെ വ്യോമ മേഖലകളിൽ തന്നെ ധാരാളം ഡ്രോണുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അമേരിക്ക വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഇറാന് മുന്നിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.